കണ്ടിട്ട് എല്ലാവരോടും പറയാണ് അദ്ദേഹം വളരെ ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആരും ഒരു സങ്കടം ഒന്നും വിചാരിക്കണ്ട. എങ്ങനെ മനസ്സിലാക്കിയെടുത്തു മാം, എങ്ങനെ മനസ്സിലാക്കിയെടുത്ത് ഇഷ്ടമാണെന്ന്? പോയിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോ കത്ത് വന്നു. അന്ന് കത്താണല്ലോ, ഫോണൊന്നുമില്ല. കത്ത് വന്നു, നിങ്ങൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോഴും നമുക്ക് ആ കാണിച്ച പുച്ഛത്തിന്റെ അർത്ഥം മനസ്സിലായി. ഈ ദിവസങ്ങളിൽ എവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാലും അവിടെ ഉള്ളത് നമ്മുടെ രാജേന്ദ്രൻ സാർ അമ്മയുടെ തെരഞ്ഞെടുപ്പിന് വന്ന് പോകുമ്പോഴുള്ള ആ ഒരു വിഷ്വൽ ഉണ്ടല്ലോ, അതെടുത്ത് വെച്ചിട്ട് ഇദ്ദേഹത്തിന് സുഖമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചില കമന്റ്സ് ആണ് എല്ലാവരും കാണാൻ പറ്റുന്നത്. ഞാനിത് പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ കാര്യം, ഇന്നലെ നമ്മളുടെ അഭിമുഖം ഈ രാജേന്ദ്രൻ സാറും അദ്ദേഹത്തിന്റെ ഭാര്യ സന്ധ്യ മാമുമായിട്ടുള്ളതാണ് കേട്ടോ. ഇത് അതുകൊണ്ട് എടുക്കുന്നൊരു ഇന്റർവ്യൂ അല്ല. നമ്മളിത് ഇവരുടെ കാളിദാസ കലാകേന്ദ്രത്തിന്റെ മുന്നിലാണ് നമ്മളുള്ളത്. അപ്പൊ 62ാം നാടകം ശാകുന്തളം നാളെ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ വീഡിയോ വരുമ്പോൾ അതിങ്ങനെ റൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ വിശേഷങ്ങളും രാജേന്ദ്ര സാറിന്റെയും സന്ധ്യ മാമിന്റെയും വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സന്ധ്യ മാമും രാജേന്ദ്രൻ സാറിനും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇതിപ്പോ നമ്മുടെ കാളിദാസ കലാകേന്ദ്രയുടെ 62ാമത്തെ നാടകമല്ലേ, 62ാമത്തെ നാടകത്തിന്റെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നിങ്ങളെ രണ്ടുപേരെയും കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതിലേക്ക് ആ ഒരു സമയം ആയതുകൊണ്ട് തന്നെ ആദ്യം അച്ഛൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഒരു നാടകത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ വലിയൊരു അധ്യായം തന്നെയായിരുന്നു. അദ്ദേഹം അതേക്കുറിച്ച് നമുക്ക് എല്ലാം പഠിക്കാൻ ഉതകുന്ന ഒരു വ്യക്തിത്വമായിരുന്നു മാധവൻ സാർ. അപ്പോൾ ഈ ഒരു ജീവിതത്തിൽ അദ്ദേഹത്തിൽ നിന്ന് പകർന്നു കിട്ടിയ ഒരു പാഠം എന്തായിരുന്നു? അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു പഴയകാല കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഈ പഴയകാല കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അദ്ദേഹം വളരെ പ്രായോഗികവാദിയാണ്, മനസ്സിലായത്. അത് മോശമായുള്ള പ്രായോഗികവാദിയല്ല. ഒരു നടനെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ കപ്പാസിറ്റി എന്താണെന്ന് 5 മിനിറ്റുള്ളിൽ മാധവൻ സാറിന് മനസ്സിലാവും. അപ്പോൾ അയാളെ എത്രമാത്രം നമ്മൾ ചാർജ് ചെയ്യണമെന്നുള്ളത് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം ഒരാൾക്ക് ടെൻഷൻ കൊടുക്കുക എന്നുള്ളത് ഒരു പഴയ കാലഘട്ടത്തിലെ ഈ ഡയറക്ടർമാരുടെയൊക്കെ എന്ന് വെച്ചാൽ ഈ ടെൻഷൻ കൊടുത്തിട്ട് ടെൻഷൻ കൊടുത്ത ഒരാളും ഈ കലാരംഗത്ത് നന്നാവില്ല. കാരണം നാടകാഭിനയം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്, മനസ്സിലായി. ഞാനിപ്പോൾ സീരിയലിൽ അഭിനയിക്കുന്നുണ്ട്, സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. പക്ഷെ നാടകത്തിൽ അഭിനയിക്കുക എന്ന് വെച്ചാൽ എന്താ പറയുക, കറക്റ്റായിട്ടുള്ള അതിനുള്ള കഴിവ് വേണം. അതിന് കഴിവില്ലാത്തവനൊരിക്കലും നാടകത്തിൽ അഭിനയിക്കാൻ പറ്റില്ല. കാരണം വേറെ ഒന്നുമില്ല, സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ അവന് സപ്പോർട്ട് ചെയ്യാൻ പിന്നെ വേറെ ഒന്നുമില്ല, അവൻ മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നത്, അല്ലെ സന്ധ്യ കോസ്റ്റ്യൂം കൊടുക്കുന്നത്, അല്ലെ വലിയ മ്യൂസിക് ഡയറക്ടർമാർ ഒക്കെ ഇത് ഈ നാടകത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് അവൻ്റെ പെർഫോമൻസ് പാളിപ്പോയി കഴിഞ്ഞാൽ ആർക്കും അവനെ രക്ഷിക്കാൻ പറ്റില്ല. അതാണ് നാടകത്തിൻ്റെ പ്രത്യേകത. അപ്പം ഇതാണ് ഇങ്ങനൊരു അച്ഛനിൽ നിന്ന് പഠിച്ചൊരു പാഠം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും ടെൻഷൻ ആക്കാറില്ല. അതല്ലാതെയുള്ള ഒരു സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. എത്ര വലിയ സംഭവം ഉണ്ടായാലും മൂപ്പരും ടെൻഷൻ അടിക്കില്ല, ആളുകളെയും ടെൻഷൻ ആക്കില്ല. ഒരിക്കലും ചേച്ചിനോടൊന്നും അച്ഛൻ ഇങ്ങനെ നാടകത്തിലേക്ക് നിങ്ങൾ വരണമെന്ന് പറഞ്ഞിട്ട് ഇല്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ടും എന്താകണം എന്നുള്ളത് സ്വാതന്ത്ര്യം നമുക്കുണ്ടായിരുന്നു. പക്ഷെ വിദ്യാഭ്യാസം അത് സ്ട്രിക്റ്റ് ആയിരുന്നു. വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രൊഫഷനിലോട്ട് പോകാവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരും പഠിക്കുന്ന സമയത്ത് വല്ലപ്പോഴും കാണുമെന്ന് ജസ്റ്റ് ഇവിടെ ആരെങ്കിലും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവരുടെയും എല്ലാ വേഷവും അറിയാം കാണാതെ. ആരെങ്കിലും എന്തെങ്കിലും ആക്സിഡന്റിലായിട്ട് വരാതെ ഇരിക്കുവാണെങ്കിൽ നമുക്കൊരു കോൾ വരും, ബാക്കി മുന്നെടുത്തോട്ട് രമ്മയെ അഭിനയിക്കും. അങ്ങനെ അല്ലാതെ പഠിത്തത്തിന് ഒരു തരത്തിലും ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല അച്ഛൻ. അമ്മയും അതിന് ആ ഒരു ഇതിന് സപ്പോർട്ടായിരുന്നു അല്ലേ, വിദ്യാഭ്യാസമായിരുന്നു അമ്മയും. അമ്മ വളരെ കുഞ്ഞില് ഈ ഫീൽഡിൽ വന്നില്ലേ, 13 വയസ്സുള്ളപ്പോ വന്നതാ. 7th സ്റ്റാൻഡേർഡ് ആയിരുന്നു അമ്മ. അപ്പൊ അമ്മയ്ക്ക് അത് കാരണം ആ പഠിത്തം, അമ്മ പിന്നെ പഠിപ്പിക്കാനൊക്കെ വിട്ടെങ്കിലും അമ്മ പറയും അവിടെ ചെന്നിട്ട് അമ്മ ഉറങ്ങിപ്പോയി. എല്ലാ ദിവസവും നാടകമില്ലേ അപ്പൊ ദൂരെയൊക്കെ. അപ്പൊ പകല് ഉള്ള സമയം അമ്മ ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ കൊണ്ടാക്കി. പക്ഷെ അമ്മ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോവും. അപ്പൊ സാറുമാർ പറയും കൊച്ചു പോയി കിടന്ന് ഉറങ്ങിക്കും. അതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു, പഠിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളത്. അത് കാരണം ഞങ്ങളെ സ്ട്രിക്റ്റ് ആയിട്ട് എന്നെ പഠിപ്പിച്ചു. അത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അല്ലേ.
സാർ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലായിരുന്നു, മാം സ്കൂൾ ഓഫ് ഡ്രാമയിലായിരുന്നു. അപ്പം സാർ എപ്പോഴാണ്, ഏതൊരു പ്രായത്തിലാണ് സാറിൻ്റെ ഒരു അഭിനയ ജീവിതം അല്ലെങ്കിൽ ഒരു കലാജീവിതം ആരംഭിച്ചത്? അത് ഏതൊരു വയസ്സിലായിരുന്നു? ഇല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട് ഒരു വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ളൊരു തൃശ്ശൂരത്തെ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ആളാണ് ഞാൻ. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ഒരു നാടകം പഠിക്കാൻ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അപരാധമായിരിക്കുന്ന കാലഘട്ടമാണ്, മനസ്സിലായത്. പിന്നെ എൻ്റെ അമ്മാവന്മാരൊക്കെ ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളാണ്, അവർ പഴയകാല കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ നാഷണൽ സ്കൂൾ ഡ്രാമയിൽ പോയത്. പക്ഷേ ഇപ്പം ഈ നാടകത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ, നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഈ നാടകം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഈ നാടകത്തിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കാളിദാസ കലാകേന്ദ്രം ഇപ്പോൾ 62ാമത്തെ വർഷം വരേണ്ടി വന്നു കാളിദാസൻ്റെ ഒരു നാടകം എടുക്കാൻ വേണ്ടി. കാരണം അത്രയും ഗംഭീരമായുള്ളൊരു ആളാണ് കാളിദാസൻ എന്ന് പറയുന്നത്. പെട്ടെന്നൊരു മുന്നൊരുക്കമില്ലാതെ നമ്മളതിലേക്ക് പോകാൻ പറ്റില്ല. കാരണം പിന്നെ കാളിദാസൻ മോശമെന്ന് ആരും പറയില്ലല്ലോ. കാരണം നമ്മളത് എടുത്ത് മോശമാക്കാൻ പാടില്ല. അപ്പൊ അതിന് ഇപ്പൊ ഇതിന്റെ നാടകം എഴുതിയിട്ടുള്ള ആള് ജയൻ തിരുമല എന്ന് പറഞ്ഞാൽ വളരെ സീനിയർ ആയിട്ടുള്ളൊരു നാടക എഴുത്തുകാരനാണ്. അപ്പൊ 5-6 മാസത്തെ റിസർച്ച് തന്നെ ഞങ്ങൾ ഇതിനു മുമ്പ് ഇതിനെപ്പറ്റി പഠിച്ചു, മനസ്സിലായി, സംസ്കൃതത്തിലും. അപ്പോഴാണ് ഒരു ഭാരതീയനായിട്ട് ജനിച്ചതിലുള്ള നമ്മുടെ ഏറ്റവും വലിയൊരു അഭിമാനം തോന്നുന്നു. ഈ കാളിദാസന്റെ മുമ്പിൽ ഈ നമ്മുടെ ബ്രിട്ടീഷ് എഴുത്തുകാർ ഷേക്സ്പിയർ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ മുമ്പിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായത് ഈ നാടകം എടുത്തോണ്ടാണ്. കാരണം 2000 വർഷം മുമ്പത്തെ നാടകം എന്ന് പറയുമ്പോഴും ഇപ്പോഴും കുട്ടിയുടെ പോലെയുള്ളൊരു ചെറിയ ജനറേഷനിലെ യങ് ജനറേഷനിലൊരു പെൺകുട്ടിക്കും ഒരു ചെറുപ്പക്കാരനും അത് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം കൊമേഴ്ഷ്യലായിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ കുറച്ചു നേരം ആ ഒരു റിഹേഴ്സൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പലതും അറിഞ്ഞുകൂടായിരുന്നു ശാകുന്തളത്തെ കുറിച്ച് എന്നുള്ളത് എനിക്ക് ശരിക്കും മനസ്സിലായി. ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ചു കേട്ടോ ഈ നാടകം. ഒരുപാട് പേര് അത് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്, അത്രയും നന്നായിട്ടുണ്ട്. അതായത് എൻ്റെ പേരക്കുട്ടിക്ക് അവൾക്ക് 6 വയസ്സുള്ളൂ. അവള് ഇതിലത്തെ പല കാര്യങ്ങളും നമ്മളോട് ഡൗട്ട് ചോദിക്കും കണ്ടിട്ട്. അപ്പൊ ഈ മോതിരം നഷ്ടപ്പെടുന്നതല്ല അതിന്റെ പ്രശ്നമായിരുന്നു. അപ്പൊ അവള് നമ്മളോട് ചോദിക്കുന്നത്, ഒരാണിന്റെ മോതിരം ഒരു പെണ്ണിന് ഇട്ട് കൊടുക്കുമ്പോ അത് ലൂസായിരിക്കും, അത് ശ്രദ്ധിക്കണ്ടേന്നാ പറയുന്നത്. കുറ്റം പറയുന്നത് കാരണം ഒരാണിന്റെ മോതിരം നേച്ചറിന് വലുതായിരിക്കും. അപ്പൊ അവളല്ലേ ശ്രദ്ധിക്കേണ്ടത്, ആരും കാണാത്ത ഒരു ജസ്റ്റിഫിക്കേഷൻ അല്ലേ? അതെ തീർച്ചയായിട്ടും. അതെനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കാലഘട്ടം അല്ല, ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള കുട്ടികള് നമ്മൾ ചിന്തിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതൊന്നും അല്ല അവര് ചിന്തിക്കുന്നതും ശ്രദ്ധിക്കുന്നതും ഒക്കെ. ഇതില് ഇത് ശരിക്കും പറഞ്ഞ ഒരു 2000 വർഷത്തിന് മുമ്പ് വിശ്വമഹാകവി എഴുതിയ ഇതൊരു എക്കോ ഫ്രണ്ട്ലി നാടകമാണ്. ഇതില് കാറ്റ് കഥാപാത്രമാണ്, പൂക്കള് കഥാപാത്രമാണ്, കരടി കഥാപാത്രമാണ്, മാൻ കഥാപാത്രമാണ്. ഇവർക്കൊക്കെ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പോഴത്തെ ഒരു എഴുത്തുകാരൻ അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. അത് മാത്രമല്ല, അന്ന് എഴുതിയ ആ എഴുത്ത് ഇന്ന് നടക്കുന്ന കാര്യങ്ങളും കൂടെ ആണല്ലോ. ഞാൻ അതാണ് ചിന്തിച്ചത്, ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ക്ലാസിക് ആവുന്നത്. അതെ അതെ അതെ, എന്നും നിലനിൽക്കുന്നതിനെ നമുക്ക് ക്ലാസിക് എന്ന് വിളിക്കാം. ഇപ്പോഴും ഇതിനൊക്കെ കോമ്പറ്റ് ചെയ്യുന്ന ഒരു കൊമേഴ്ഷ്യൽ നാടകം ലോകത്തുണ്ടായില്ല. അത് നമ്മൾ നാടകം പഠിക്കുമ്പോൾ നമുക്ക് ഈ എങ്ങനെ രചനാപരമായിട്ടുള്ള ആ ക്ലാസ് എടുക്കുമ്പോൾ പറയും, ലോകത്തെല്ലാവരും അത്ഭുതപ്പെടുന്നത് ഈ മുദ്രമോതിരം ഇത് മിസ്സായി പോകുന്നതാണ് ഏറ്റവും വലിയ ഡ്രമാറ്റിക് ട്വിസ്റ്റ് എന്ന് പറയുന്നത്. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാം, പല പല പ്രശ്നങ്ങളിലൂടെ അവർ തമ്മിൽ അകന്നു, മല്ലം മറന്നു എന്ന് പറയും. പക്ഷെ ഇങ്ങനൊരു ട്വിസ്റ്റ് മഹാഭാരതത്തിൽ അതില്ല. അത് കാളിദാസൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് ആ ട്വിസ്റ്റ്. മഹാഭാരതത്തിൽ ഇങ്ങനെയില്ല. മഹാഭാരതത്തിൽ ഒറിജിനലായിട്ട് രാജാവ് അങ്ങ് ചതിക്കുക, മനഃപൂർവ്വം ചതിച്ചങ്ങ് പോവുകയാണ്. പക്ഷെ ജനത്തെ ഭയന്ന് വീണ്ടും അവളോട് മാപ്പ് പറഞ്ഞിട്ട് തിരിച്ച് കൊണ്ടുവരുന്നതായിട്ടാണ്. പക്ഷെ കാളിദാസൻ അതൊരു ന്യായമായിട്ടുള്ളൊരു ഡ്രമാറ്റിക് ട്വിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് അത് ലോക നാടക ചരിത്രത്തിൽ ഏറ്റവും നമ്പർ 1 ആണ്.
എനിക്ക് ദുഷ്യന്തനോട് ദേഷ്യം തോന്നി ഈ നാടകം കണ്ടപ്പോ. എനിക്ക് ഇത്ര നാള് ദുഷ്യന്തനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് കണ്ടപ്പോ ചിലയിടങ്ങളിലൊക്കെ എനിക്ക് ഇങ്ങനത്തെ മനുഷ്യനായിരുന്നോ എന്നുള്ളൊരു. ഈ കഥ നടക്കുന്നത് ശരിക്കും മീരറ്റിലാണ്, UP-യിലെ മീരറ്റിലാണ് ഈ കഥ നടക്കുന്നത്. അപ്പൊ അവിടെ ഇപ്പോഴും ഈ ശകുന്തളയുടെ പിന്തലപ്രക്കാരുണ്ട് അവിടെ. എനിക്ക് അത്ഭുതം തോന്നി. ഇപ്പോഴും അവിടെ നാട്ടുരാജ്യത്തിൽ ഭരിക്കുന്ന ചെറിയ രാജ്യങ്ങൾ ഭരിക്കുന്നത് സ്ത്രീകളാണ്. അവർക്ക് പ്രാധാന്യമുണ്ട്. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ശകുന്തള ഒരു പാവം പെണ്ണാണ്. നമ്മുടെ ഈ നാളത്തെ ശകുന്തള പാവം പെണ്ണാണ്, ബോൾഡായിട്ടുള്ള സ്ത്രീയാണ്. അതിപ്പോ സീതയായിരുന്നു നമ്മളിരിക്കുന്ന പാവം എന്നല്ലേ. സീത ഏറ്റവും വലിയ പോരാളിയായിരുന്നു എന്ന് പറയും. കാരണം അന്ന് അവരതെല്ലാം പഠിച്ചിരിക്കണം. രാജകുമാരിമാരും ആയാലും കുമാരന്മാരായാലും യുദ്ധമുറകളും ഭരണങ്ങളും ഭരണപരിഷ്കാരങ്ങളും ഒക്കെ പഠിച്ചിരിക്കണം അവര്. അപ്പൊ ഭയങ്കര പോരാളിയായിരുന്നു പാർവതി, ഭയങ്കര പോരാളിയായിരുന്നു അവരെല്ലാവരും. ശരിക്കും ആ ഒരു കൺസെപ്റ്റ് ഒക്കെ എനിക്ക് ഈ നാടകം കണ്ടപ്പോൾ കിട്ടിയോടെ എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എല്ലാവർക്കും അതുപോലെ ഏറ്റെടുക്കും എന്നുള്ള ഉറപ്പാ. വേറെ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സിനിമയാണല്ലോ എന്താ പറയാ, അങ്ങനെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മീഡിയ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് നിലവിലുള്ളത്. അപ്പൊ അങ്ങനെ നാടകത്തിന്റെ ഒരു കാലം കഴിഞ്ഞു എന്നൊക്കെ ചിന്തിച്ചും പറഞ്ഞും ഒക്കെ ആളുകൾ ഇരിക്കുന്ന സമയത്തും കാളിദാസ കലാകേന്ദ്രം ഈ നാടകമായിട്ട് മുന്നോട്ട് പോയിരുന്നു. അതിനുള്ളൊരു കാളിദാസ നാടക സമിതിയാണ്. ബേസിക്കലി ഇതൊരു തിയേറ്റർ ഗ്രൂപ്പാണ്. സിസ്റ്റർ കൺസേൺസ് ആണ്. ഞങ്ങള് സീരിയൽ പ്രൊഡക്ഷൻ കമ്പനി, പരസ്യം ചെയ്യുന്ന കമ്പനിയുണ്ട്, അത് പരസ്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനിയുണ്ട്, സിനിമ നിർമ്മിക്കുന്ന കമ്പനിയുണ്ട്. അതെല്ലാം ഇതിന്റെ എന്താ പറയുക അനുബന്ധ. അതെ, അല്ല ആ ഒരു ധൈര്യം ഞാൻ ചോദിക്കാം. അത് ഇത് ഞങ്ങള് നാടകമായിട്ട് ഞങ്ങള് 62 നാടകമായിപ്പോ. അപ്പൊ അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് ആളുകൾ സ്വീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ആളുകൾ നാടകത്തെ സ്നേഹിക്കുന്നത് കാണുന്ന ഒത്തിരി. എങ്ങനെയാണ് നമ്മൾ ചെല്ലുന്നിടത്തുള്ള ഓഡിയൻസ് എങ്ങനെയാണ്? ഓഡിയൻസ് മിക്സ്ഡ് ആണ്. അതായത് ഞങ്ങളുടെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരും അതിന്റെ മുകളിലുള്ളവർക്കും ഇപ്പോഴും നാടകം എന്ന് പറഞ്ഞാൽ ക്രേസ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വരുന്നൊരു പക്ഷെ അതിന്റെ പിന്നെ ഇപ്പൊ ഉള്ള ജനറേഷൻ അവർക്ക് ഇഷ്ടമാണ്, അവർക്ക് ലൈവ് പ്രോഗ്രാംസ് ഇഷ്ടമാണ്. അതിന്റെ ഇടയിലുള്ളൊരു ജനറേഷനാണ് സ്കിപ്പ് ചെയ്ത് പോയത്. പക്ഷെ അവര് ഇത് കാണുമ്പം നാടകം ലൈവായി കാണുമ്പോൾ ഉള്ളൊരു അനുഭവം വലുതല്ലേ. ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ അവര് പിന്നെ ഈ ലൈവ് പ്രോഗ്രാംസിന് വരും. അല്ലല്ല, ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല് ശരിക്കും പറഞ്ഞാ ഈ നാടകത്തിലൂടെ അധികാരത്തിൽ കയറിയ ആളുകളാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ. പക്ഷെ ഇപ്പൊ അവർക്ക് നാടകക്കാരെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പുച്ഛമാണ്. സമൂഹത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം പണ്ട് എന്ന് പറഞ്ഞാല് KPSC നാടകം അല്ലെങ്കിൽ കാളിദാസന്റെ നാടകം അതൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തിരുന്നു. ഞാനും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്, ഞാൻ പറയാൻ പാടില്ലാത്തതാണ്. എങ്കിൽ തന്നെയും അതിനെ പുച്ഛമായി മാറി. പക്ഷേ ഇപ്പം കുട്ടി പുതിയ തലമുറയുടെ കുട്ടിയാണ്. ഈ നല്ലൊരു നാടകം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുതിയ തലമുറയിൽ ഏറ്റവും കൂടുതൽ അത് സ്വീകരിക്കുക അല്ലേ? തീർച്ചയായിട്ടും അതിനുള്ള സംവിധാനങ്ങൾ വരണം അല്ലേ, ഇവിടെ തിയേറ്റേഴ്സ് വരണം. കാലത്തിനനുസരിച്ച് നമുക്കെല്ലാം അഡ്വാൻസ്ഡ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നു വിഷ്വൽ മീഡിയയിലൂടെ അല്ലേ. അപ്പൊ ഒരുപാട് കാഴ്ചകൾ നമുക്ക് പ്രാപ്യമാണ്. അന്നേരം അതിനോടനുബന്ധിച്ച് നിൽക്കുന്ന നാടകം അതല്ലെങ്കിൽ സ്റ്റേജ് ഷോസ് അതിനൊപ്പം വളരണം. എന്താണ് അവരാഗ്രഹിക്കുന്ന ആ സാധനം നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പൊ കുറെ ചെലവായിരിക്കും, കുറച്ച് ബുദ്ധി വേണമായിരിക്കും, കുറച്ച് ഹാർഡ് വർക്ക് വേണം. പിന്നെ എന്ന് വെച്ചാൽ ഇതിന് ഭയങ്കര ഒരു മുന്നൊരുക്കം വേണം. അതാണ് ഏറ്റവും വലിയ. പെട്ടെന്നൊന്നും നമുക്കൊരു നാടകം ചെയ്യാൻ പറ്റും. ഒരുപാട് നാളത്തെ മാസം 3 മാസം അവര് ട്രെയിൻ ചെയ്തിട്ടാണ് ഈ പെർഫോം ചെയ്യുന്നത്. കാരണം അവർക്ക് ഡ്രസ്സ് മാറാൻ, അതായത് ഇതിൽ 78 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ 14 പേര് അതെല്ലാം കൂടി ചേഞ്ച് ചെയ്യണം. പിന്നെ നമ്മൾ വിചാരിക്കും നമ്മൾ നാടകം കണ്ടോണ്ടിരിക്കില്ലേ, അപ്പൊ അവിടെ ആ നാടകം ശരിക്കും പറഞ്ഞാൽ അവിടെ അല്ല നാടകം, ഗ്രീൻ റൂമിൽ ആണ് നാടകം. അല്ല ഇന്ന് ഇവിടെ കൂടെ ദുഷ്യന്തനൊക്കെ ചാടി ഓടി മറിഞ്ഞ് കയറുന്ന കണ്ടപ്പോൾ ഞാൻ ദൈവം ഇവരെന്തുമാത്രം എഫേർട്ട് എടുത്തിട്ട് പിന്നെ അവര് തന്നെ എല്ലാം വലിച്ചു മാറ്റും. ആവശ്യമെങ്കിലും നിങ്ങൾ കണ്ട നാടകം ഒന്ന് അടുത്ത സെക്കൻഡ് ഇതില് ആ സ്റ്റേജിനകത്ത് പോയി ഒന്ന് നിൽക്കണം. അപ്പോഴേ അവിടെ എന്താണ് നടക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത്. എപ്പോഴും വിചാരിക്കും അവിടെ അല്ലതാണ്, ഇവിടെയാണ് നാടകം ടെൻഷൻ മുഴുവൻ അവിടാണ്. സത്യം. അത് ശരിക്കും ഇങ്ങനെ അത് ഞാൻ ശരിക്കും ഇവിടെ നിന്ന് ആഗ്രഹിച്ചു പോയി ഇതിങ്ങനെ ഒന്ന് പോപ്പുലർ ആയിട്ട് എല്ലാവരും കാണാനുള്ളൊരു അവസരം വരട്ടെ എന്ന്. പലപ്പോഴും നാടകങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ അങ്ങോട്ടേക്ക് ആളുകൾ എത്തപ്പെടുന്നത് വളരെ കുറവായിരിക്കും. അതായത് ഈ നാടകത്തിൽ ഒരു നാടകവും മോശം സമൂഹത്തിലെ പ്രവണതകളെ പ്രൊമോട്ട് ചെയ്യില്ല. ഇപ്പം നമ്മുടെ സിനിമയിൽ പോലും ചില മോശം പ്രവണതകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം അതൊരു കച്ചവടത്തിന്റെ ഭാഗമാണ്.
നാടകത്തിലൊരു 99% മോശം ഒരു ഇതിന് ഈ പ്രബുദ്ധിയില്ല. അതിനൊരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. സമൂഹത്തിനെ പ്രബുദ്ധരാക്കുക, നല്ല ഗുണപാഠം കൊടുക്കുക എന്നുള്ള എല്ലാ നാടകത്തിനും കാണും. എല്ലാ നാടകത്തിലെടുത്താലും കാണും. അപ്പൊ ഒരു നല്ല പാഠം പറഞ്ഞു കൊടുക്കണമെങ്കിൽ മോശം പാഠവും കൂടെ പറയണം. നമ്മൾ ഇത് മോശമാണ് എന്നുള്ളത് അതുകൂടെ ബോധവാന്മാരാക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യം. അല്ലാതെ ഹീറോ എന്ന് പറയുന്നത് പിന്നെ എന്താ പറയുക, പ്രതിനായകൻ ഒരിക്കലും ആവില്ല. നായകൻ ഗുണങ്ങളുള്ള നല്ല മെസ്സേജ് കൊടുക്കുന്ന ആള് തന്നെയായിരിക്കും. പ്രതിനായകൻ അങ്ങനെ ഒരു വില്ലൻ ആണെങ്കിൽ തന്നെ ഇത് തെറ്റാണ്, ഇങ്ങനെ പോകരുത് എന്നുള്ളൊരു പാഠവും കൂടെ അവർ പഠിപ്പിച്ചു. സാറിന്റെ ഒരു അഭിനയ ജീവിതത്തിൽ സാർ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടുന്നു, അല്ലെങ്കിൽ എല്ലാവർക്കും അത് ഇഷ്ടമാണെന്ന് സാറ് ചിന്തിക്കുന്ന ഒരു കഥാപാത്രം ഉണ്ടാവുമല്ലോ, അതേതാണ്? അത് ആവശ്യമില്ലാതെ നമ്മുടെ ഡയറക്ടർമാരെ ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലല്ല, ഞാൻ അഭിനയിച്ചുള്ള എല്ലാം ടോപ്പ് ഡയറക്ടേഴ്സിന്റെ കീഴിലാണ്. അതായത് ജോഷിയേട്ടൻ, സത്യനന്ദിക്കാട്, ജയരാജ്, സിവിമലയിൽ. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി, എല്ലാം വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള. അപ്പൊ ഇവരൊക്കെ നമ്മുടെ അടുത്ത ആളുകളാണ്. അപ്പൊ ഏതെങ്കിലും ഒരാളെ പറ്റി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലേ? അത് ശരിയാവില്ല. എന്നാ എനിക്കിഷ്ടമുള്ളത് ഏതാണെന്നറിയാവോ? നമ്മുടെ പ്രണയവർണ്ണങ്ങളിലെ ആങ്ങളയില്ലേ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കത്. ഭയങ്കര ഇഷ്ടമുള്ളൊരു കഥാപാത്രം. നമ്മൾ ആ ഒരു സമയത്തൊക്കെ അങ്ങനെ കണ്ടതാണ്, പക്ഷെ അത് ഇന്നും മനസ്സിൽ നിന്ന് പോകാത്തതാണ്. അങ്ങനെയാണോ മാമിന് ഏതാണ് ഇഷ്ടം? അത് ഇഷ്ടമാണ്. എനിക്ക് ഫസ്റ്റ് പിന്നെ വില്ലനായിട്ട് എടുത്തേക്കുന്നല്ല, കാരണം ജീവിതത്തിൽ ഒരു പാവം പിടിച്ച മനുഷ്യനാണ്. ഇങ്ങനെ വളരെ എന്താ പറയുന്നത്, വളരെ പോസിറ്റീവായിട്ട് മാത്രം കാണുകയും ചിന്തിക്കുകയും ചെയ്യുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ആ വില്ലനായിട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത്രയും ഭയങ്കര വ്യത്യാസമല്ലേ? അതില് ഒരു സിനിമയില് കബീർ പുന്നമ്മ ചേച്ചിയുടെ കാലിങ്ങനെ ചേട്ടൻ ചവിട്ടുന്നുണ്ട്. അത് ഇപ്പോഴും ഞങ്ങളുടെ മക്കള് പറയും, വല്യച്ഛനോ അത് ചെയ്തത് ഇച്ചിരി ക്രൂര, വല്യച്ഛനെ പോലെ ഒരാളെന്നൊക്കെ പറയും. അത് ചേട്ടൻ ഇങ്ങനെ വളരെ ആസ്വദിച്ചിരിക്കുന്ന ചേച്ചി അമ്പേരെ സ്ഥാനത്ത് കക്ഷിയാണ്. അഭിനയല്ലേ അന്നേരം അതൊക്കെ അങ്ങനെ ആ വില്ലൻ ക്യാരക്ടേഴ്സ് ഒക്കെ ഇഷ്ടമാണ്. കളിയാട്ടത്തിലെ വില്ലൻ, പിന്നെ പട്ടാഭിഷേകത്തിലെ അങ്ങനെയുള്ള വില്ലൻ ക്യാരക്ടേഴ്സ് ഇഷ്ടം. എന്നാലും ഒരുപാട് പേര് നമ്മുടെയൊക്കെ പറയുന്നത് പ്രണയവർണ്ണങ്ങളിലെ ബ്രദറിനെ പറ്റിയിട്ടാണ്. അത് ആ ഒരു ക്യാരക്ടർ ആലോചിക്കുമ്പോഴേ, എന്ന് വെച്ചാൽ പല ഭാവങ്ങളുണ്ടായിരുന്നു ആ ഒരു ആങ്ങളയ്ക്ക്. ഭയങ്കര പരിക്കനായിട്ടുണ്ടായിരുന്നു, പിന്നെ ആളുടെ ആ ഒരു പെങ്ങളോടുള്ള ആ ഒരു വാത്സല്യം അത് നല്ലൊരു ഇതായിരുന്നു. പിന്നെ ചോദിക്കട്ടെ, ഞാനത് വേറൊരു ഇന്റർവ്യൂവിൽ കേട്ടാണ്. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി അതൊന്ന് ചോദിക്കണമെന്ന്. അത് നമ്മുടെ മാമിനെ, സന്ധ്യ മാമിനെ കണ്ട സമയത്തെ പരിചയപ്പെടുത്തിയല്ലോ, ഇത് നമ്മുടെ ഓ മാധവന്റെ മകളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയില്ലേ? അപ്പൊ ഒരു പുച്ഛഭാവം മുഖത്തുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ ഒരു പ്രത്യേകത. നിങ്ങളുടെ അടിസ്ഥാന ഭാവമാണ്. ഞങ്ങൾ അങ്ങനെയാ, ഒന്നിനും മൈൻഡ് ചെയ്യില്ല. നമ്മൾ ഉള്ളിൽ മൈൻഡ് ചെയ്യായിരിക്കും, പക്ഷെ പുറത്ത് കാണിക്കൂല. ശരിക്കും കണ്ടപ്പോ ഇഷ്ടപ്പെട്ടില്ലേ? പറയാനൊരു ഇതാണ്. പക്ഷെ പിന്നെ എങ്ങനെ മനസ്സിലാക്കിയെടുത്തു മാം? എങ്ങനെ മനസ്സിലാക്കിയെടുത്ത് ഇഷ്ടമാണെന്ന്? പോയിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോ കത്ത് വന്നു. അന്ന് കത്താണല്ലോ, ഫോണൊന്നും ഇല്ല. കത്ത് വന്നു, നിങ്ങൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോഴും നമുക്ക് ആ കാണിച്ച പുച്ഛത്തിന്റെ അർത്ഥം മനസ്സിലായത്. അത് ഞാൻ ആ ഇന്റർവ്യൂവിൽ കേട്ടില്ല, അതാണ് ഞാൻ ഓർത്ത് അത് എപ്പോ സംഭവിച്ചു. യുദ്ധതന്ത്രങ്ങളുണ്ടല്ലോ, അപ്പൊ ഇതെങ്ങനെ നമ്മളെ അവഗണിച്ച് നമ്മളെ ഇഷ്ടപ്പെടുക അങ്ങനെ. കാരണം ഒരു നാടക സംഘത്തിന് 62 വർഷം കൊണ്ടു നടക്കാന്ന് പറഞ്ഞാൽ സബ്ജക്ട് മാറ്റുന്നുണ്ട്. ബേസിക് സ്വഭാവം പറഞ്ഞോണ്ടിരിക്കുന്ന പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്ത് നമുക്ക് അങ്ങനെ ഒരു റൊമാൻറ്റിക് ഹീറോ ഒന്നും ആകാൻ താല്പര്യമില്ല അല്ലേ സാറേ? അതാണ് കാര്യം. അല്ല, ഈ ദിവസങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ, ഞാൻ ഓർത്തു ഈ മനുഷ്യന് ആളുകൾക്ക് ഇത്രയും സ്നേഹമാണോ എന്ന്. സാർ അമ്മയുടെ മീറ്റിംഗിൽ വന്നപ്പോ സാറിനെ കണ്ടപ്പോ സാറിനെന്തോ ക്ഷീണമാണെന്ന് തോന്നി. എല്ലാവരും അതെടുത്തിട്ടേക്കുവാണ്. ഞാൻ വിചാരിച്ചു എന്നെ ഇത്രയധികം ആളുകൾക്ക് ഇഷ്ടമാണോ എന്നുള്ളത്. ഞാൻ ഓർത്ത് ജർമ്മനിന്ന് ഒരു പെണ്ണ് വിളിച്ചിട്ട് കാരണം വെയിറ്റ് ഒരു പ്രായമാകുമ്പോൾ നമ്മളെ വെയിറ്റ്, അപ്പൊ ഡോക്ടർ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു വെയിറ്റ് കൺട്രോൾ ചെയ്യണം, വെയിറ്റ് കൂടരുത്. സ്വാഭാവികമായിട്ട് ഇവരൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇവര് പെട്ടെന്ന് വെയിറ്റ് വരും. അപ്പൊ അത് കൺട്രോൾ ചെയ്യണം, ഇത്ര വെയിറ്റ് കൂടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ. അപ്പൊ ചേട്ടൻ പലതും അവോയ്ഡ് ചെയ്തു. പിന്നെ ഇങ്ങനെ ഇഷ്ടം മീനും ഇറച്ചിയൊക്കെ ഇഷ്ടമാണെങ്കിലും അപ്പൊ അതിന്റെ വെജിറ്റേറിയൻ കൂടുതൽ വെജിറ്റേറിയൻ കഴിക്കും. ഞങ്ങളുടെ നാളെ നാടകത്തിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ എല്ലാ പത്രമാധ്യമക്കാരെ ഞാൻ തന്നെ നേരിട്ട് വിളിച്ചു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എല്ലാവരും സുഹൃത്തുക്കളാണ്. ഇപ്പോ
ജനൻ ടി വി ആയാലും ഏഷ്യാനെറ്റ് ആയാലും മറ്റേതായി കൈരളി അപ്പൊ കൈരളി അപ്പൊ അവരൊക്കെ പറയുന്ന ചേട്ടൻ വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ വരാതിരിക്കുക. അപ്പൊ എല്ലാരും നാളെ വരും. മാധ്യമ പടയായിരിക്കുന്നതാണ്. അതെ, അല്ല കാര്യം ഇത് കണ്ടപ്പോ എനിക്കും തോന്നി എല്ലാവരും കുറെ കൂടുതൽ പേര് കാണട്ടെ. അരങ്ങേറി തീരുന്നത് വരെ നമ്മുടെ ഉള്ളില് ചേട്ടൻ ചേട്ടൻ ഒന്നും കാണിക്കില്ല. പക്ഷെ എനിക്കങ്ങനല്ല. എനിക്ക് നാടകം ആദ്യത്തെ അവതരണ ഗാനം ഓം എന്ന് തുടങ്ങുമ്പോൾ പട്ട അടിക്കാൻ തുടങ്ങി. ഞാൻ ഇറങ്ങും, ഓടിക്കടുത്ത് ഇരിക്കത്തില്ല. ഞാൻ ഇറങ്ങി അങ്ങനെ നടന്ന് പുറത്തൊക്കെ നടന്ന് കാണാനിരിക്കില്ല. സിനിമ അഭിനയിച്ചിട്ടും കാണാനിരുന്നില്ലെന്ന് ഞാൻ കേട്ടായിരുന്നു. അല്ലേ? എന്നുവെച്ചാൽ എങ്ങനെ ഇത് ആളുകൾ എടുത്തു എന്നറിഞ്ഞ പിന്നെ സ്വസ്ഥമായിട്ട് നമ്മൾ എടുത്ത് കാണും. ആദ്യത്തെ ഒരു ഇത് അവരുടെ ഭയങ്കര ടെൻഷനാണ്. സാറിനാണെങ്കിൽ തീരെയില്ല. ചേട്ടൻ കൂളായിട്ട് വന്നിരുന്നത് കാണാം. ഒന്നും പിന്നെ അത് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. സംഭവിക്കാനുള്ള സംഭവിക്കും അല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം ഈ ആളുകളാണ് നമ്മുടെ കോടതി. നമ്മളെവിടെ നാഷണൽ സ്കൂളിൽ പഠിച്ചു അവിടെ പഠിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങളത് ഇഷ്ടപ്പെട്ടത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഒരു നാഷണൽ സ്കൂൾ ഡ്രാമയില്ല. അത് തന്നെ. എന്ത് പഠിച്ചു എന്ത് ചെയ്തു എന്നല്ല. അതെപ്പോഴും ഇവരോടും പറയും, നിങ്ങൾ എന്ത് കാണിച്ചു, നിങ്ങൾ എത്ര ലോകോത്തരം നടന്നുകൊണ്ട് കാര്യമില്ല. നമ്മളെ വിധി എഴുതുന്നത് ആ മുമ്പിൽ ഇരിക്കുന്നവരാ. നമ്മളെക്കാൾ നല്ല നടന്മാരാണ് അവര്, നമ്മളെക്കാൾ നല്ല സംവിധായകരാണ് അവര്. മോസ്റ്റ് എന്താ പറയുക, സൂപ്പർ ആൾക്കാരാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ആ ബഹുമാനം അവരോട് കാണിക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ആളുകൾ അത് എടുത്തില്ല, പിന്നെ തീർന്നില്ല. അതുകൊണ്ട് എപ്പോഴും ഈ ഭയഭക്തി ബഹുമാനത്തോടു കൂടി എല്ലാവരും സ്റ്റേജിൽ കയറി തൊഴുന്ന വെച്ചാൽ അതാണ്. അതൊരു പ്രത്യേക ഫീലിംഗ് ആണ്. നമ്മളത് ബഹുമാനിച്ചുകൊണ്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഈ പോൾ മുനി എന്ന് പറഞ്ഞ വലിയൊരു നടനില്ലേ, പോൾ മുനി നടന്മാരെ നടൻ എന്നാണ് പോൾ മുനിനെ അറിയപ്പെടുന്നത്. അദ്ദേഹം എല്ലാവരോടും പറഞ്ഞിട്ടുള്ള കാര്യം വെച്ചാൽ, നിങ്ങൾ അല്ല അഭിനയിക്കുന്നത്, ഓഡിയൻസാണ് അഭിനയിക്കുന്നത്. അവരെ നിങ്ങളുടെ അഭിനയം നിങ്ങളുടെ കൂടെ അവർ വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നടനല്ല. അപ്പൊ ഈ നാടകത്തിന്റെ കൂടെ ഞാൻ പോയി കേട്ടോ. സത്യമായിട്ട് ഞാൻ അവിടെ നിന്ന് ചിരിച്ചു, സങ്കടപ്പെട്ടു, പിന്നെ എന്തൊക്കെയോ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് നിറഞ്ഞു. ലാസ്റ്റത്തെ ശകുന്തളയുടെ ആ ഒരു ഡയലോഗിനൊക്കെ ഞാൻ അവിടെ നിന്ന് കൈയൊക്കെ അടിച്ചു. അത്രക്ക് നല്ല രസം. പോരാടിയിട്ട് ആ ഒരു പെണ്ണ് അവസാനം ഒരു സന്യാസിയായി മാറുക. സാധാരണ എന്താ, തെറ്റൊക്കെ ചെയ്ത് ഭർത്താവ് എന്ന് വിളിച്ചോണ്ടാ നമ്മള് പിന്നാലെ പോകും. അങ്ങനെയല്ല, പൊരുതി നിൽക്കുന്ന പെണ്ണിന് അപ്പൊ അത്രയും വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം എഴുതി വെച്ചേക്കുന്നതെന്നാണ് അവര് പറഞ്ഞില്ലേ. ഇതൊക്കെ കയ്യിൽ വെച്ചേക്കാന്നാ പറഞ്ഞു. മോതിരൊക്കെ എന്തായാലും ഒരു പെണ്ണാടകം നാടകമാണ് ശാകുന്തള. നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ പരസ്പരം എങ്ങനെയാണ്, ഇങ്ങനെ പ്രാക്ടീസിന്റെ സമയത്തോ അല്ലെങ്കിൽ സ്റ്റേജിൽ കയറുമ്പോഴോ ആ ഒരു സപ്പോർട്ടില്ലേ? ചിലപ്പം തെറ്റിപ്പോവാറുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാറുണ്ടോ? തെറ്റിപ്പോണതിന്റെ അല്ല, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ചേട്ടൻ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ, അങ്ങനെ പരസ്പരമുള്ള ആ ഒരു ഇത് എങ്ങനെയാണ്? ഡയറക്ടർ അല്ലേ, ആ ഡയറക്ടർ പറയുന്നത് നമ്മൾ അനുസരിക്കും. അതെല്ലാം നടീ ആ ഒരു ഡിസിപ്ലിൻ വേണം, അതനുസരിക്കും. അപ്പൊ പുള്ളി അഭിനയിക്കുമ്പോ പുള്ളിക്ക് അറിയില്ലല്ലോ, അപ്പം നമ്മള് കേൾക്കാതെ ഞാൻ പറഞ്ഞു. അത് എന്താ പറയുന്നത്, പിന്നെ ഒന്നും നമ്മള് ഡാമേജ് ഉണ്ടാക്കി അത് പറയും ചേട്ടാ അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും. എനിക്കൊരു ഇത് കിട്ടിയുള്ള, എനിക്ക് ഈ മഹാരഥന്മാരൊക്കെ ഡയറക്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയെന്നുള്ളതാണ്. ഓമാധവനെ ഡയറക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആണോ? അച്ഛനെ ഡയറക്ട് ചെയ്തു. ഡി ഫിലിപ്പിനെ, ഡി ഫിലിപ്പ് പറഞ്ഞ വളരെ വളരെ വലിയൊരു നടൻ. അങ്ങനെ വിജയകുമാരിനെ, അങ്ങനെ ബാബു കലാശ, അങ്ങനെ വളരെ സീനിയർ. അതെ അതെ അതെ. അല്ല, ഞാൻ ഇവരുടെയൊക്കെ ഇന്റർവ്യൂ എടുക്കാൻ ചെല്ലുമ്പോ ഇവരൊക്കെ കൂടുതൽ പേരുടെയും വായിൽ നിന്ന് കേൾക്കുന്ന പേര് കാളിദാസ കലാകേന്ദ്രം. അല്ല, അവരുടെ ഒരു ഗുണം എന്താന്ന് വെച്ചാല്, ഇപ്പോ ഞാൻ ഡയറക്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ ഓമാധവന്റെ അമ്മായിപ്പനല്ല, നടനാണ്. നമ്മൾ പറയുന്നതൊക്കെ അതുപോലെ അനുസരിക്കും. അല്ല, അദ്ദേഹം പെർഫെക്ഷൻ ഇല്ല. അതിപ്പോ ഞാൻ എന്താ പറയുന്നത്, അതാണ് അവരുടെ ആ കൾച്ചർ. എങ്ങനെയാ അത്, ആ ഒരു പുതിയ കാലഘട്ടത്തിലുള്ള പിള്ളേർ പഠിക്കേണ്ട ഒരു കാര്യം അതാ. നമ്മളെന്താ പറഞ്ഞു കൊടുക്കുന്നത് അധികം മനസ്സിലാക്കും, പഠിക്കും. അതെത്ര വലിയ നടനായാലും ക്യാരക്ടറൈസേഷൻ ഇങ്ങനെ വേണം. ഇവർക്ക് എഴുത്തുകാരൻ എഴുതും, അതിന് കൂടുതൽ പൊലിപ്പിക്കേണ്ട സംവിധായകനാണ്. ഇപ്പൊ എഴുത്തുകാരൻ ഉൾക്കൊണ്ടതിനേക്കാൾ കൂടുതൽ സംവിധായകൻ, കാരണം ആ വിഷ്വലും കൂടെ പുള്ളിയുടെ മനസ്സിലാവണം. അപ്പൊ അവര് ആഗ്രഹിക്കുന്ന പ്രകാരമായിരിക്കും ഈ മോഡുലേഷൻ ഉണ്ടാക്കുന്നത്. ഈ
ക്യാരക്ടർ മോഡുലേഷൻ വരും. അപ്പൊ ഇവർക്ക് ഒരുപാട് ജോലിയുണ്ട് ഡയറക്ടർക്ക്. ഇപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ വന്നത് റെയിൻബോ എന്ന് പറഞ്ഞൊരു നാടകമാണ് ഇവിടെ ചെയ്തത്. അപ്പൊ ഇവരൊക്കെ പറയുന്നത് അയാളൊരു മലബാറിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഇത് കാളിദാസൻ എല്ലാം പൂട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇത് അന്ന് ഓ മാധവൻ സാറ്, ONV സാറ്, വലിയ ആള്, മറ്റേ നമ്മുടെ അർജുൻ മഠ, അങ്ങനെ മഹാരഥന്മാരാ. അപ്പൊ നമ്മളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിരുത്സാഹപ്പെടുത്തില്ല. അതവർ കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഈഗോ ഇല്ല. ഇല്ലല്ല, അങ്ങനെ ഈഗോ ഇല്ല. നമുക്ക് വളരാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടാക്കി തന്നു. ONV സാറെ പോലെ ഒരാള് നമ്മുടെ ലോകത്തിൽ നിന്ന് പോയത് ശരിക്കും പറഞ്ഞാൽ അക്ഷര ലോകത്തിന് വലിയൊരു നഷ്ടമാണ്. ഒരു ഡൗട്ട് ചോദിക്കാൻ ഒരാളില്ല ഇപ്പൊ. ഒരു അയാൾക്ക് വിവരം വേണ്ട, ഇപ്പൊ പറഞ്ഞു മനസ്സിലാക്കി തരാൻ. എന്ത് ഇങ്ങനത്തെ സബ്ജക്ട് എടുക്കുമ്പോ അപ്പൊ നമ്മൾ വിളിക്കും, മാമിനെ വിളിച്ചിട്ട് ചോദിക്കും, മാമ ഇതിങ്ങനെ അങ്ങനെ. രമണൻ എടുത്തിരുന്നു ഞങ്ങള്. രമണൻ എടുത്തപ്പം മാമനൊക്കെ വിളിച്ച മാമന് ഇവരെ എല്ലാം വ്യക്തിപരമായിട്ട് അറിയാവുന്ന, ചങ്ങമ്പുഴയും ഇടപ്പള്ളിയും ചന്ദ്രികയും എല്ലാം അറിയായിരുന്നു. അപ്പൊ മാമൻ പറഞ്ഞു ചന്ദ്രികയ്ക്ക് ഡാമേജ് ഉണ്ടാക്കരുത്, അവർ ലൈഫിൽ അനുഭവിച്ച അത്രയ്ക്ക് ബുദ്ധിമുട്ടുകൾ അവർ ജീവിതത്തിൽ അനുഭവിച്ചിരുന്നു. ആ ഒരു കവിയുടെ ഭാവനയിൽ അങ്ങ് എഴുതിയപ്പോൾ റിയൽ ലൈഫിൽ അങ്ങനൊന്നും അല്ലായിരുന്നു എന്നാ പറയുന്നത്. ഒരിക്കലും അവർക്ക് ഡാമേജ് ഉണ്ടാക്കാനായിട്ട് ക്യാരക്ടറൈസേഷൻ വരുന്നത്. നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തത്. അങ്ങനെയായിരുന്നു. പിന്നെ രണ്ടാമത് ഞങ്ങൾ വീണ്ടും ചന്ദ്രികയ്ക്കുമുണ്ട് ചിലത് പറയാൻ വേണ്ടി ഫ്രാൻസിസ് ടി മാവേലിക്കര നാടകം എഴുതി. അന്നും ഇതിടയ്ക്ക് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടായിരുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ കണക്ക് ഈ ആ ഒരു ക്യാരക്ടറിന്റെ എന്താണ് യഥാർത്ഥമായ വശം അത് നമ്മൾ കഥാപാത്രത്തിന് കിട്ടേണ്ട ഒരു നീതി ഉണ്ടല്ലോ അല്ലെ? ആ ഒരു നീതി, മനുഷ്യർക്ക് ഒരു നീതിയുണ്ട്. അതെ അതെ, അത് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതേ സിനിമയ്ക്ക് എഴുതുന്ന കവിത മാതിരിയല്ല നാടകത്തിന്. നാടകത്തിന്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു രംഗമാണ്. അപ്പൊ ഞാനിതിനെ ഫസ്റ്റിലൊക്കെ ഇതിങ്ങനെ പോയി മേടിച്ചിട്ട് നോക്കുമ്പോൾ നമുക്കൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷെ അത് അർജുനൻ മാഷ കയ്യിലെത്തുമ്പോഴാണ് അത് വേറെ ഭാവം കിട്ടുമല്ലേ. പിന്നെ നാടകത്തിലോട്ട് വരുമ്പോഴാണ് അത് നാടകത്തിന്റെ ഭാഗമാകുന്നത്. അത് കറക്റ്റ് നാടകം മൊത്തം വായിച്ചിട്ടല്ലേ ഇവരെഴുതുന്നത്. ഇതൊരു സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കും, ഒരു മനസ്സിലാവായിരിക്കും. നമ്മൾ പറയും സാഹിത്യം വെച്ചടി, സാഹിത്യമല്ലല്ലോ കവിത. അത് അത് അദ്ദേഹത്തിന്റെ ഇപ്പൊ ഞങ്ങളുടെ തന്നെ ഈ അവതരണ ഗാനം ലോകപ്രസിദ്ധമാണ്. വരിക ഗന്ധർവഗായിക വീണ് വരിക ഗന്ധർവഗായ എന്ന് പറയുന്നത് ആരെയാ വരാൻ പറയുന്നത്? കാളിദാസനോടാ. അതാരാണ് ഈ തന്നേക്കുന്നത്? ONV സാറാണ്. കാരണം അദ്ദേഹം വരാൻ 62 വർഷം എടുത്തു മാത്രം. അദ്ദേഹത്തിന്റെ വിളിച്ചു തുടങ്ങിയിട്ട് ഇപ്പോഴാണ് കാളിദാസൻ വന്നത്. നമ്മുടെ സന്ധ്യ മാം പൊന്മാനിൽ അഭിനയിച്ചല്ലോ. അപ്പം സിനിമയിൽ അഭിനയിച്ചിട്ട് കണ്ടല്ലോ, സാറ് കണ്ടല്ലോ. അപ്പൊ എന്ത് പറഞ്ഞു വന്നിട്ട് മാമിനോട് ഇനി അഭിനയിക്കണമെന്ന് പറഞ്ഞു സിനിമയില്? വളരെ നന്നായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ നല്ല കാര്യങ്ങൾ എപ്പോഴും നന്നായി പറയൂ. അധികം അങ്ങനെ പ്രോത്സാഹിപ്പിക്കൂലല്ലേ? പ്രോത്സാഹന വാക്കുകൾ പറയില്ല, പ്രോത്സാഹിപ്പിക്കും. അതിന്റെ ഡയറക്ടർ നമ്മുടെ ശിഷ്യനാണ്. അതെ, നല്ല പയ്യനവൻ. അപ്പൊ അവൻ വന്ന് സന്ധ്യനെ വിളിക്കുമ്പോൾ ഞാൻ അപ്പൊ അവൻ ഇതുവഴി യാതൊരു ദൈക്ഷണിക നാട്യവും ഇല്ലാതെ എടുത്തൊരു സിനിമ. അതുകൊണ്ടാണ് സിനിമ ഹിറ്റായത്. അതായത് കൊല്ലത്തെ കടപ്പുറത്ത് ജീവിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ഫിഷർ ഇതിൽ മീൻപിടുത്തമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന അവരെ പച്ചയായിട്ടുള്ള ജീവിതമാണ് ഇതിൽ പറയുന്നത്. അതിൽ വില്ലന്മാരില്ലാരും ഇല്ല. പക്ഷെ എവിടേക്കോ നമുക്കൊരു ഭയങ്കരമായിട്ട് ഒരു വില്ലന്മാരുണ്ടെന്ന് തോന്നും ചില സമയത്ത്. കഥാപാത്രവും ചിലപ്പോ ഒരു വില്ലത്തിയായോ അല്ലെ? എനിക്കപ്പൊ തോന്നിയ കാര്യം, ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് മാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളർന്ന ആളല്ല, വളരെ ഇതായിട്ട് പോയ ഒരാളാണ്, സൗകര്യങ്ങളോടുകൂടി ജീവിച്ച ഒരാളാണ്. പക്ഷെ ഇങ്ങനൊരു കഥാപാത്രം ആകാൻ പറഞ്ഞപ്പോ അതെങ്ങനെ അതിനുവേണ്ടി ഒരുങ്ങി? നമ്മൾ ആ നോവൽ വായിക്കുമ്പോ നമുക്ക് കണക്ക് അങ്ങനെ എന്താ പറയാ, ജീവൻ മുഴച്ചു നിൽക്കുന്ന കണക്കാണ്. പച്ചയായിട്ടുള്ളൊരു നോവലാണ്. അത് വായിക്കുമ്പോൾ തന്നെ എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്നുള്ളത്. എനിക്ക് ജ്യോതിഷ് പറഞ്ഞ മേക്കപ്പ് ടെസ്റ്റ് ചെയ്യുമ്പോഴേ ജ്യോതിഷ് പറഞ്ഞു, ഇങ്ങനൊരു മുടി കാറ്റടിക്കുമ്പോൾ കടൽക്കാറ്റേറ്റും ഈ മുടി ഇങ്ങനെ പറക്കണം. അങ്ങനെ ഒരു മുടി എന്ന് പറയുമ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു മുടി കാറ്റടിക്കുമ്പോൾ ഇതാണ് എനിക്ക്
അപ്പൊ അത്രയും മൈന്യൂട്ട് കാര്യം പോലും അവരെ മനസ്സിൽ അത് ഉണ്ട് എന്നുള്ളതാണ്. ആ. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ കൊല്ലംകാരെന്ന് പറയുന്നത് നമ്മുടെ ദന്തഗോപുരത്തിലൊന്നും ജീവിക്കുന്നവരല്ല, എല്ലാ മനുഷ്യരെയും കാണും. അല്ലല്ല, എനിക്ക് പണ്ടേ അറിയാം. കാരണം വെച്ചാൽ എൻ്റെ വീട്ടിൽ ഞാൻ ബേസിക്കലി തെങ്ങ് കൃഷിക്കാരാണ് ഞാൻ തൃശ്ശൂർ. അപ്പൊ ഈ മീനിന്റെ വളം വേണം, ഇവിടെ ചീപ്പാണ് മീനിന്റെ വളം, ലോറിയിൽ കൊണ്ടുപോകും. അപ്പൊ ഇവരെ ഇങ്ങനത്തെ ആളുകളെടുത്ത് ഞാൻ പോവുക. അപ്പൊ അവര് വളരെ എന്താ പറഞ്ഞ ശരിക്കും പറഞ്ഞ പച്ചയായ മനുഷ്യരാണ്. അപ്പൊ ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോ അപ്പുറത്ത് കത്തിക്കുത്തൊക്കെ നടക്കുന്നുണ്ടാവും. അവര് മൈൻഡ് ചെയ്തില്ല. അപ്പൊ ഞാൻ ആദ്യം ടെൻഷൻ ചെയ്തു, അയ്യോ സാറേ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, അത് ഇവിടെ സ്ഥിരമുള്ള പരിപാടി. അവിടെ അവര് തമ്മിൽ ഈ ലേലം വിളി എന്ന് പറയുന്നത് അവര് തമ്മിൽ തല്ലുകൂടും. അപ്പൊ ഈ ലേലം വിളിക്കാൻ ചില നമ്മളെ പോലെ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ പേടിക്കും, നമ്മള് കിട്ടിയ പൈസക്ക് സാധനം മേടിച്ചോണ്ട് പോരും. അത് അവരുടെ ഒരു ഡ്രാമയാണ് അവിടെ. നമ്മളടുത്തുണ്ട് ഈ കന്നുകാലി കച്ചവടം. പക്ഷെ ബേസിക്കലി അവർ നല്ല ആളുകൾ, അവര് തമ്മിൽ വഴക്കുണ്ടാക്കും. അപ്പൊ നമ്മൾ ചെല്ലുന്നവർ പെട്ടെന്ന് സാധനം വാങ്ങി സ്ഥലം വിടുമല്ലോ. ബേസിക്കലി അവർ നല്ല ആളുകളാണ്, നല്ല ആളുകളാണ്. യാതൊരു ഷൂട്ടിങ്ങിനൊക്കെ പോയിട്ടൊക്കെ എന്തൊരു നല്ല നമ്മളായിട്ട് ദൈക്ഷണിക നാട്ടിലില്ലാത്ത ആളുകളെ. അപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മുടെ ഇത് വളരെ തിരക്കുള്ളൊരു ദിവസമാണ്, കാരണം നാളെ വൈകിട്ട് നാടകത്തിൻ്റെ ഉദ്ഘാടനമാണ്, സമ്മേളനമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അത്രയും തിരക്കുള്ള ദിവസത്തിൽ അതിൻ്റെ മുന്നോടിയായുള്ള ഈ സമയങ്ങൾ നമ്മളോടൊപ്പം ചിലവഴിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഷെയർ ചെയ്തതിനും ഇവരുടെ നാടകത്തിൻ്റെ ആദ്യമായിട്ട് എനിക്കൊന്ന് കാണാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ വലിയൊരു വിജയമായിട്ട് മാറട്ടെ ശാകുന്തളവും, ഇനി വരുന്ന എല്ലാ നാടകങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും എല്ലാം വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ വളരെയേറെ വൈറലായിക്കൊണ്ടിരിക്കുന്ന രാജേന്ദ്രൻ സാറിന്റെ വീഡിയോ ആണ്. അപ്പൊ ഈ ദിവസം കണ്ടിട്ട് എല്ലാവരോടും പറയാണ്, അദ്ദേഹം വളരെ ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആരും ഒരു സങ്കടമൊന്നും വിചാരിക്കണ്ട. ഒരുപാട് സന്തോഷം രണ്ടാൾക്കും. താങ്ക് യു.